പരിശുദ്ധ ശഅബാനിൻ്റെ 28ാമത്തെ ദിവസം. അൽഹംദുലില്ലാ, നാളെ പിറ കണ്ടു കഴിഞ്ഞാൽ റമളാൻ 1 കടന്നു വരികയാണ്. റമളാൻ 1 കടന്നു വരുന്നതിന് മുമ്പ് പിറ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചൊല്ലേണ്ടത്? ചില ദിക്റുകളും ദുആകളും മഹാന്മാർ പഠിപ്പിച്ചിരുന്ന വിശുദ്ധ ഹദീസുകളും കാണാൻ കഴിയും. പിറ കണ്ടു കഴിഞ്ഞാൽ വിശുദ്ധ റമളാനെ സ്വീകരിക്കാൻ ചൊല്ലേണ്ട ദുആയും ചൊല്ലേണ്ട പ്രത്യേകം ദിക്റുകളും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. നാളെ റമളാൻ 1 എങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ മഗ്രിബിന് ശേഷം ഈ ഒരു ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഖൈറു ബറകാത്തുകൾ അവരുടെ ജീവിതത്തിലേക്ക് നൽകുകയും ആ റമളാൻ അവർക്ക് അനുകൂലമായി കിട്ടാനുള്ള സാഹചര്യങ്ങളെ അല്ലാഹു തുറന്നു കൊടുക്കുകയും ചെയ്യും. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്താണ് വിശുദ്ധമായ റമളാൻ്റെ പിറ കണ്ടു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്ർ എന്നും ചൊല്ലേണ്ട ദിക്റുകൾ എന്നും ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കണേ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ശഅബാനിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് അടുക്കുകയാണ് ഇല്ലേ? ഇന്നത്തെ രാത്രി കഴിഞ്ഞു, നാളത്തെ പകലും കൂടെ കഴിഞ്ഞാൽ ഒരു പക്ഷേ കടന്നു വരുന്നത് വിശുദ്ധമായ റമളാനാകുന്ന നമ്മൾ ഇത്രകാലം കാത്തിരുന്ന ആ പുണ്യ അതിഥിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലേക്ക് എത്തിച്ചേരുമാറാട്ടെ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ നീ റമളാനിലേക്ക് ചേർത്ത് തരണേ അല്ലാഹ്. ഒരുപാട് അമലുകൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പല ആളുകളും ഇനി ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. ഉസ്താദേ, റമളാനായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? പീരീഡ്സിൻ്റെ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ എന്താണ് നോമ്പുമായി ബന്ധപ്പെട്ട മസല അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ, നോമ്പിൻ്റെ സമയത്ത് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റുമോ, നോമ്പിൻ്റെ സമയത്ത് രക്തം ടെസ്റ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റുമോ, ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ, മരുന്ന് കഴിക്കുന്നവരെന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ മസാലകൾ ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ ചാനൽ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ വരും. ഇൻഷാ അല്ലാഹ് മസാലകളൊക്കെ പഠിച്ചു വെക്കണം. നമ്മുടെ നോമ്പിന് പ്രയാസമില്ലാത്ത രൂപത്തിൽ, റമളാൻ കേടുവരാത്ത രൂപത്തിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വിശുദ്ധമായ റമളാൻ്റെ പിറ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ നാളെ മഗ്രിബ് കഴിഞ്ഞാൽ ഒരു പക്ഷേ മാസപ്പിറ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പിറ കണ്ടു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ഒരു ദിക്ർ, ഒരു ദുആ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനായ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാം. അത് ഹസനായ ഹദീസായി അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് അവിടുന്ന് പറയുന്നത്? ഈ റമളാനിൻ്റെ മാസപ്പിറ കണ്ടാൽ ചൊല്ലേണ്ട ഒരു ദുആയാണ്. പ്രത്യേകമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാസപ്പിറ കണ്ടാൽ ചൊല്ലാൻ പഠിപ്പിച്ചെന്നൊരു ദുആഇനെ കാണാൻ കഴിയും. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ യുംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ്. എന്താണ് ചോദിക്കുന്നത്? അല്ലാഹുവേ, ഈ വിശുദ്ധമായ മാസം ഞങ്ങളിലേക്ക് കടന്നു വന്നല്ലോ, ഈ ചന്ദ്രനെ ഞങ്ങളിലേക്ക് അനുഗ്രഹത്തോടെയും ഈമാനോടെയും സുരക്ഷയോടും കൂടി നീ നൽകണമേ. അതായത് ഇപ്പോൾ ഞങ്ങൾ ഈ കണ്ട പിറ ഞങ്ങൾക്ക് സലാമത്തിൻ്റെതാക്കണം, രക്ഷയുടേതാക്കണം, അനുഗ്രഹത്തിൻ്റെതാക്കണം, ഞങ്ങൾക്കുള്ള ഖൈറു ബറക്കാത്തുകളുടേതാക്കണം. അതായത് അതിൻ്റെ പൊരുളായി കിട്ടിയത് എന്താ? ഷെറുകൾ, ബലാഉകൾ, മുസീബാത്തുകളൊക്കെ ഞങ്ങളിൽ നിന്ന് തട്ടിമാറ്റണം. ഇത് ഞങ്ങൾക്ക് ഇടങ്ങേറിൻ്റെ ഒരു മാസമാക്കരുത്. ഇത് ഞങ്ങൾക്ക് ഇടങ്ങേറുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന മാസമാക്കരുത്. ചില ആളുകൾ പറയാറുണ്ട് ഈ മാസം വല്ലാത്ത ഇടങ്ങേറ് പിടിച്ച മാസമാണ്. അത് ഓരോരുത്തരുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടായിരിക്കും, വ്യത്യസ്തങ്ങളായ രൂപത്തിലായിരിക്കും ഉണ്ടാകുക. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ മാസത്തെ ബറക്കത്തുള്ളതാക്കണേ എന്നിട്ട് പറയുകയാണ് ഹൈലാലേ റബ്ബി വറബുക്കല്ലാ. ആരെ? ഈ ചന്ദ്രനെ അല്ലെ ഈ പിറയ്ക്ക് വല്ല പ്രത്യേകത ഉണ്ടോ? ഇല്ല. ഈ മാസത്തിന് വല്ല പ്രത്യേകത ഉണ്ടോ? ഈ മാസപ്പിറയ്ക്ക് പ്രത്യേകതകളൊന്നുമില്ല. പറയാണെന്ത്? റബ്ബി വറബുക്കല്ലാ. എൻ്റെയും നിൻ്റെയും റബ്ബ് അല്ലാഹുവാണ്. എൻ്റെയും നിൻ്റെയും റബ്ബ്. അല്ല, നിനക്ക് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. നിനക്ക് പ്രത്യേകിച്ച് നീ ഒരു മാസത്തിൻ്റെ തുടക്കം അറിയിക്കാനുള്ളൊരു അടയാളം മാത്രമാണ്. എൻ്റെയും നിൻ്റെയും റബ്ബ് ഏകനായ അള്ളാഹു മാത്രമാണ്. ഈ ഒരു ദുആ ചൊല്ലിക്കൊണ്ടാണ് ആ മാസത്തിലേക്ക് കടക്കുന്നത് എങ്കിൽ ആ മാസത്തിൻ്റെ മുഴുവൻ ഖൈർ ബറക്കാത്തുകളുടെയും വാതിലുകൾ തുറന്നു കിട്ടുകയും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെയും റഹ്മത്തിൻ്റെ, അതുപോലെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ ആ വ്യക്തിയിലേക്ക് ആ മാസം ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യും. നമുക്ക് റമളാൻ കടന്നു വരികയാണ് അല്ലേ? റമളാനെ സ്വീകരിക്കുക. ഈ ഇതൊരു ദുആ, ഈ പറഞ്ഞ ദുആ എല്ലാ മാസവും തുടക്കത്തിൽ ചൊല്ലാൻ പറഞ്ഞു തന്നതായി കാണാം. ഇനി റമളാൻ കടന്നു വരുന്ന സമയത്ത് ആരംഭത്തിൽ ചൊല്ലേണ്ട ഒരു ദുആ പറയുന്നുണ്ട് മഹാന്മാർ. അല്ലാഹുമ്മ സല്ലിംനാ ലി റമളാൻ വസല്ലിം റമളാന ലനാ വതസല്ലംഹു മിന്നാ മുതഖബ്ബല. ഈ ഒരു ദുആ കൂടെ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലിംനാ ലി റമളാൻ വസല്ലിം
റമളാൻ, അള്ളാഹുവെ റമളാൻ ഞങ്ങൾക്ക് രക്ഷയും ഞങ്ങളെ കൊണ്ട് റമളാൻ രക്ഷയും ഉണ്ടാക്കണേ എന്ന്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹുവെ റമളാനെ ഞങ്ങളിലേക്ക് സുരക്ഷിതമായി എത്തിക്കണേ എന്ന്. ഞങ്ങളിലേക്ക് റമളാനെ സുരക്ഷിതമായി എത്തിക്കണേ, റമളാനെ ഞങ്ങൾക്കായി സുരക്ഷിതമാക്കുകയും ചെയ്യണേ എന്ന്. അത് പറഞ്ഞത് ഈ പറഞ്ഞ വാക്കിന് ആശയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. റമളാൻ ഞങ്ങളിലേക്ക് എത്തി. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ഇനിയോ റമളാനെ ഞങ്ങളെ കൊണ്ട് സുരക്ഷിതമാക്കണമെന്ന് പറഞ്ഞാൽ എന്താ? ഒരു തെറ്റുകുറ്റങ്ങളുമില്ലാതെ, പാപങ്ങളില്ലാതെ, പോരായ്മകളില്ലാതെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ റമളാനെ ഭദ്രമാക്കി സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ ഒന്ന് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ, മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ഈ റമളാൻ ഞങ്ങൾക്ക് യാത്രയാക്കാനുള്ള തൗഫീഖും നൽകണേ അല്ലാഹ് എന്ന്. ഞങ്ങൾ ഇത് സ്വീകരിക്കണേ എന്ന്, റമളാനെ സ്വീകരിക്കണേ എന്നാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനോട് ദുആ ഇറക്കുന്നത്. ഈ ഒരു ദുആഇനെ റമളാൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ രാത്രിയിൽ ചൊല്ലിയാൽ ആ റമളാൻ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരാനുള്ള വഴികൾ തുറന്നു തരുന്നതാണ് എന്ന്. ഇനി ചൊല്ലേണ്ട പ്രത്യേകമായി റമളാൻ്റെ രാത്രികളിൽ പതിവാക്കേണ്ട ചില ദിക്റുകൾ പറയുന്നിടത്ത് കാണാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ആ ഒരു ദിക്ർ, അതായത് അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലൈഹി എന്ന ദിക്ർ എന്ത് ചെയ്യുക? ചൊല്ലാനായി പരിചയപ്പെടുത്തുന്നത്. ഇസ്തിഗ്ഫാർ ചൊല്ല, ഒരുപാട് ഇസ്തിഗ്ഫാർ ചൊല്ലാം. പ്രത്യേകിച്ച് അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലൈഹി, ഈ ഒരു ഇസ്തിഗ്ഫാർ എന്ത് ചെയ്യുക? റമളാൻ്റെ ആദ്യത്തെ രാത്രിയിൽ എത്രയാണോ അധികരിപ്പിക്കാൻ പറ്റുന്ന അത്രയും ചൊല്ലുക. പക്ഷേ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് പറഞ്ഞത് തഹ്ലീൽ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ ചൊല്ലുക. ലാ ഇലാഹ ഇല്ല, ഇതിനൊന്നും എണ്ണമില്ല, എത്രയാണോ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുന്നത് അത്രയും എന്ത് ചെയ്യുക? അധികരിപ്പിക്കാം. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ഇല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഈ ഒരു സ്വലാത്തും എന്ത് ചെയ്യാം? റമളാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ അധികരിപ്പിക്കാം. അപ്പം ആദ്യം പറഞ്ഞ ദുആകൾ ചൊല്ലുക, അതോടൊപ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലൈഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. ഈ ഒരു ദിക്റുകൾ, സ്വലാത്തുകൾ കൂടി റമളാൻ്റെ ആദ്യത്തെ രാത്രികളിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് അധികരിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ റമളാനെ സ്വീകരിച്ച ഒരാൾ ആദ്യത്തെ രാത്രിയെ റമളാൻ ഇപ്രകാരം ഈ അമലുകളൊക്കെ ചെയ്തിട്ടാണ് ആ റമളാനെ വരവേറ്റത് എങ്കിൽ ആ റമളാൻ അള്ളാഹു ഈ വ്യക്തിക്ക് അനുകൂലമാകാനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ തുറന്നു കൊടുക്കും. അല്ലേ? റമളാനിൽ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുന്നതിനെ തൊട്ട് ഖൽബ് നിയന്ത്രിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും. കൂട്ടത്തിൽ ഒരുപാട് അധികരിപ്പിക്കാൻ പറഞ്ഞൊരു ദുആ കാണാം, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ളത്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദർ ആയാൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യേണ്ട ദുആ ഏതാണെന്ന് നബി തങ്ങളോട് പറയുമ്പോൾ നബി തങ്ങൾ പറയുന്നുണ്ട്, ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആഇനെ നിങ്ങൾ അധികരിപ്പിച്ചാൽ. നമ്മൾ അവസാനത്തെ 10-ലാണത് അധികം ചൊല്ലാറുള്ളത് അല്ലേ? എന്നാൽ റമളാൻ മുഴുവനും ആ ദുആഇനെ അധികരിപ്പിക്കാൻ മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട്. റമളാൻ മുഴുവൻ ഈ ദുആ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കാൻ, അത്തരത്തിൽ എന്ത് ചെയ്യുക? റമളാൻ്റെ 1 മുതൽ തന്നെ ആ ദുആഇനെ ഇങ്ങനെ അധികരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ. നമ്മുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് കിട്ടണം, അഫൂ ചെയ്ത് കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരത്തിൽ ഒരുപാട് അമലുകൾ, ഇതുപോലെ നല്ല നല്ല അമലുകൾ ചെയ്യാൻ അവസരങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ സജ്ജീകരിച്ച് വെക്കുക, ക്രോഡീകരിച്ച് വെക്കുക. ഇഷ അതുപോലെ തറാവീഹിൻ്റെ ജമാഅത്തിൽ കൃത്യമായി പങ്കെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ കുറച്ച് ഖുർആൻ പാരായണം അധികരിപ്പിക്കാം. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഖുർആൻ പാരായണങ്ങൾ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ കുടുംബത്തോടും കൂടി ദുആഇനെ അധികരിപ്പിക്കാം. നമ്മൾ മാത്രമല്ല, കുടുംബത്തെയും ദുആയിൽ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ പിറ്റേ ദിവസത്തെ നാളത്തേക്കുള്ള നോമ്പിൻ്റെ നീയത്തുകൾ ഉറപ്പാക്കുക. ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ രാത്രിയിൽ ശ്രദ്ധിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് നോമ്പിൻ്റെ നീയത്ത് വെക്കേണ്ടത്, നീയത്തുമായി ബന്ധപ്പെട്ട മസ്അലകൾ എന്തൊക്കെയാണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.